ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിൻ്റെ അവർ സൂക്ഷിച്ചിരിക്കുന്ന നാളാഗമത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം ആ ആശ്രമത്തിലെ ഒരു സന്യാസി ജപമാല ചൊല്ലുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. മണിയടിച്ചു, ഭക്ഷണത്തിനായിട്ട് അവർ പോകണം. അപ്പോൾ ജപമാലയ്ക്ക് ശേഷമാണ് ഈ ഭക്ഷണം കഴിക്കേണ്ടത്, അത്താഴം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സുപ്പീരിയർ ആയിട്ടുള്ള സന്യാസിയുടെ അടുത്ത് പോയി ഒരു അനുവാദം വാങ്ങിച്ചു. ഞാൻ ജപമാല ചൊല്ലി കഴിഞ്ഞതിന് ശേഷം വന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ അദ്ദേഹം ജപമാല ചൊല്ലാനായിട്ട് പോയി. പക്ഷെ ജപമാല ചൊല്ലാൻ പോയ ആ സന്യാസിയെ കാണാത്തത് കൊണ്ട്, കുറേ നേരമായി കാണാത്തത് കൊണ്ട്, 2 സന്യാസിമാരെ അദ്ദേഹത്തെ അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞയച്ചു. പോയ 2 സന്യാസിമാരെയും കുറേ നേരം കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ആശ്രമാധിപൻ വീണ്ടും 2 പേരെ പറഞ്ഞയച്ചു. അവർ പോയിട്ടും കാണാതെ വന്നപ്പോൾ ആശ്രമാധിപൻ അവർ ചെന്നപ്പോഴാണ് ഒരു വലിയൊരു അത്ഭുതം കാണുകയാണ്. ഈ ജപമാല ചൊല്ലാൻ അനുവാദം വാങ്ങിച്ച സന്യാസി നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പുഷ്പവും ഈ മാലാഖമാർ ഓരോ പുഷ്പം ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശിരസിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് 2 സന്യാസിമാർ ഈ ഒരു ദൃശ്യം കണ്ട് ഈ ആത്മീയമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ പ്രാർത്ഥിക്കുന്ന ഈ സന്യാസിയുടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ മാലാഖമാർ ഓരോ റോസാപുഷ്പം കൊണ്ട് മാതാവിൻ്റെ ശിരസിൽ വയ്ക്കുന്നത് നോക്കി അതിൽ ലയിച്ചു പോയി. മറ്റ് സന്യാസിമാരും ഇതുപോലെ തന്നെ. അങ്ങനെ ആ സന്യാസിമാർ മുഴുവനും വന്ന് ആ ജപമാല തീരുന്നത് വരെ അവർ ആ ഒരു ദൃശ്യം കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം പറഞ്ഞ വാക്കുകളാണ്. പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയിലൂടെ പറഞ്ഞ വാക്കുകളാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ അതിൽ ഓരോ മണികളിലും നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന, അത് ഓരോ റോസാപുഷ്പവും മാലാഖമാർ അത് മാതാവിൻ്റെ ശിരസിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മളിനി ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ. ഓരോ റോസാപുഷ്പങ്ങൾ നമുക്കങ്ങനെ മാതാവിൻ്റെ ശിരസിൽ നമുക്ക് പ്രദാനം ചെയ്യാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ആ ജപമാലയിൽ ഓരോ നന്മ നിറഞ്ഞ മറിയമേലും ഓരോ റോസാപുഷ്പങ്ങൾ മാലാഖമാർ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ അത് വെച്ചു കൊടുക്കുന്നത്, കർത്താവെ, അങ്ങനൊരു കൃപ ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും ആത്മീയമായി വളരുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, അമ്മേ ദൈവമാതാവേ, നിൻ തിരുസ്നേഹം മാതൃസ്നേഹം നൽകി നീ നിൻ മക്കളെ കരുണയോടെ എന്നും കാത്തിടണേ. അമ്മേ ദൈവമാതാവേ, നിൻ തിരുസ്നേഹം മാതൃസ്നേഹം നൽകി നീ നിൻ മക്കളെ കരുണയോടെ എന്നും കാത്തിടണേ. നിൻ മക്കളെ കരുണയോടെ എന്നും കാത്തിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.